നമസ്കാരം. കേരള ജനക്കൂട്ടം വിക്കി തകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല. അഡ്വക്കേറ്റ് വീണയും രാഹുൽ ഈശ്വരും നമുക്കുള്ള ഒരു ന്യൂസ് ചാനലിൽ ഏറ്റുമുട്ടിയപ്പം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹണി റോസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യം ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് എനിക്ക് കാണിക്കാതെ വയ്യ. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് വരാം. നമുക്ക് വെൽക്കം ചെയ്യാം വീണേ. തീർച്ചയായും നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസത്തിന് തൊട്ട് മുമ്പിലത്തെ ദിവസം വൈകിട്ട് ഏതാണ്ട് ഈ സമയത്തോടു കൂടിയാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ പത്തനംതിട്ടയിൽ 64 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ, ഒരു സ്പോർട്സ് രംഗത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു വാർത്ത കേട്ടിരുന്നു. പത്തനംതിട്ട ജില്ലയിലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. 64 പേര് പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി പറയുന്നത്. എത്ര ആൾക്കാരെ എങ്ങാണ്ടാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. 7ഓളം FIR ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബോച്ചയിലേക്ക് വരാം. തൊട്ടടുത്ത ദിവസം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു താരത്തിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച്, അവരുടെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച്, എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചുള്ള രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളുടെ ലെക്ചറാണ് എല്ലാ ചാനലുകളും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തങ്ങൾക്ക് നേരിടുന്ന അപമാനങ്ങളെ ഒക്കെ പുറത്തിറങ്ങി പറയാൻ, നിയമം മൂലം അവർക്ക് ലഭിക്കേണ്ട പരിരക്ഷ ഉറപ്പുവരുത്താൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകാനോ മറ്റുള്ളവരോടൊന്നും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനോ പോലും പറ്റാതെ വിങ്ങി പൊട്ടിപ്പോകുന്ന 2025 വിങ്ങിപ്പൊട്ടുവാന്നോ? എന്തോരം കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എത്രയോ സിനിമാടന്മാർക്കെതിരെ കേസ് വന്നു. അതിനകത്ത് നിവിൻ പോളിക്കെതിരെ കേസ് വന്നു. കള്ളക്കേസാണ് കൊടുക്കുന്നത്. ഇവരാരെങ്കിലും സംസാരിച്ചോ? അത് പോട്ടെ. ഈ ഹണി റോസിന്റെ കേസിൽ പോലീസ് ഉൾപ്പെടെ, ഈ പറഞ്ഞ മീഡിയ ഉൾപ്പെടെ, ജനങ്ങളിലെ ഒരു പക്ഷം ആൾക്കാർ ഒരു സമയം വരെ രാഹുൽ ഈശ്വറിന് കേസ് അവർ കൊടുക്കുന്നതിന് മുമ്പ് വരെ ഹണി റോസിന് തന്നെയാണ് സപ്പോർട്ട്. രാഹുൽ ഈശ്വറിനെതിരെ കേസ് ഫയൽ ചെയ്തപ്പോഴാണ് തിരിയുന്നത്. ചേച്ചി പറ. കടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീ രാഹുൽ പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണ്, പേരെനിക്കറിയത്തില്ല. പുള്ളിയുടെ അവസ്ഥ ഈശ്വർമാരെ പോലുള്ളവർ കൂടി അതിന് പ്രതികളാണ്. അത്തരത്തിലുള്ള പ്രതികളെ പ്രതിരോധിക്കാൻ സ്ത്രീകൾ ഒരു സംഘടിത ശക്തിയായി തന്നെ ഇറങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം എല്ലാ ചാനലുകളിലും പല ചർച്ചകളിലും അതോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുള്ള കേസുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നടൻ നാണം കെട്ട കേസോ? നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ ദിലീപ് കേസിന്റെ വാദം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേസിന്റെ വാദം കഴിഞ്ഞാലേ ഇനി ഇത് കുറ്റവാളിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുവരെ പ്രതികളാണ്. പ്രതി കുറ്റവാളിയാണോ എന്ന് പോലും നമ്മൾ അറിയാതെ അവർ ഉറപ്പിച്ചു ഇന്ന ആളാണ് എന്ന്. അങ്ങനെ ആ പാമ്പ് പിടിച്ച മനുഷ്യന്റെ കുറെ സമയം പോയി. എന്തായാലും ഒരു ദിവസം അറിയാം, നമുക്ക് കഴിയും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കേരളത്തിന്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ പൊതുസമൂഹം വളരെയധികം ശരിയല്ല എന്ന് മാനസികമായി വിലയിരുത്തുന്ന കേസുകളിൽ പോലും ആ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അവരാണ് ശരി, അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർമാർ. അങ്ങനെയുള്ള ഇവിടെ വാദിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവരുടെ പ്രതിനിധിയായി രാഹുൽ ഈശ്വർ ഉണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ മാത്രമല്ല, നമ്മളെല്ലാവരും ഉണ്ട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ. പുള്ളി ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ വരെ എത്തിയെന്നുള്ളേ ഉള്ളൂ. പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേ നയമാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യത്തിൽ. ആൺപിള്ളേർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാർ വേണം. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഈ കേസിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഭയങ്കര ടൈറ്റാക്കും നമ്മളെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകേണ്ടി വരും. നമുക്ക് നീതിയില്ലല്ലോ ഇവിടെ. പറഞ്ഞത് കേട്ടില്ലേ? അതെ. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ഞാൻ 7 വട്ടം പറഞ്ഞു പോവുകയാണ്. ഇപ്പൊ പാർലമെന്റ് ആക്രമണോ താജ് ഹോട്ടൽ ആക്രമണോ ഒക്കെ ഈ കാലത്താണ് നടക്കുന്നതെങ്കിൽ അജ്മൽ കസബുമാർക്ക് വേണ്ടി പോലും വക്കാലത്തെടുത്തുകൊണ്ട് ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാർ ഇവരെന്ത് പറയുന്നത്? ഇവർക്കെന്ത് ബോധമുണ്ട്? നമുക്ക് രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് നോക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം. രാഹുൽ ഈശ്വറിലേക്ക് വരാം. വീണയുടെ
വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാനമ്മ പെറ്റുണ്ടായതാണോ? ആണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? ഇല്ലേ? ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആ മനുഷ്യൻ, അതായത് ജാതിഭേദം മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ? ഉണ്ടോ? ചെയ്തോ? അതെന്താ ഇങ്ങോട്ടില്ലേ? ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രം. അപ്പൊ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒന്നും എടുത്തായോ? ഹണി റോസുമായി ബന്ധപ്പെട്ട് ഇനി ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ എനിക്ക് ഇതെന്തോ കാണിക്കണമെന്ന് തോന്നി. കേരളത്തിനെ കൊണ്ട് നിൽക്കുന്ന പവർ രമ വേണമെന്നാണ് 30 പേരായിട്ട് വരാം.